ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ് ആണ്. പേരൊന്നും പഠിക്കണമെന്നില്ല. ഞാൻ എഴുതി, ഞങ്ങൾ ഉറങ്ങി, ഞങ്ങൾ സഹായിച്ചു, അവൻ എന്നെ സഹായിച്ചു, അവൻ സഹായിച്ചു, അതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമാണ്. ഈ പാസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. സബ്ജക്റ്റിന്റെ കൂടെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ നമുക്ക് ഈ വന്നു പോയി എന്നൊക്കെ കിട്ടും. ഞാൻ വന്നു, ഐ കെയിം, അവൻ പോയി, ഹി വെന്റ്. പക്ഷെ ഫോം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വെർബിന്റെ ലിസ്റ്റ് ഒക്കെ തരുന്നത്. അത് പഠിക്കുക. നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ വാചകങ്ങളൊക്കെ കണ്ടു. ഞാൻ എഴുതി, ഐ റോട്ട്. ഞാൻ എഴുതിയോ, ഡിഡ് ഐ റൈറ്റ്. ഞാൻ എഴുതിയില്ല, ഐ ഡിഡ്ന്റ് റൈറ്റ്. ഞാൻ എഴുതിയില്ലേ, ഡിഡ്ന്റ് ഐ റൈറ്റ്. അത് 4 വാചകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. അത് ഇവിടെ ഉപയോഗിക്കാം. വെൻ എപ്പോൾ, ഹൗ എങ്ങനെ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്, വാട്ട് എന്ത്. അപ്പൊ ഇതിന്റെ ഫോർമുല ഇതുപോലെ തന്നെ ആയിരിക്കുള്ളൂ. വെൻ ഡിഡ് ഐ റൈറ്റ്, വെൻ ഡിഡ് ഐ റൈറ്റ്, വെൻ ഡിഡ് ഐ റൈറ്റ്. ഞാൻ എഴുതിയോ, ഡിഡ് ഐ റൈറ്റ് നമ്മൾ കണ്ടതാ. ഡിഡ് ഐ റൈറ്റ്, ഞാൻ എഴുതിയോ. ഞാൻ എപ്പോഴാണ് എഴുതിയത്, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ എഴുതി. നമ്മൾ മലയാളത്തിൽ എപ്പോഴാണ് ഞാൻ എഴുതിയത്, വെൻ ഡിഡ് ഐ റൈറ്റ്, വെൻ ഡിഡ് ഐ. അപ്പൊ ക്വസ്റ്റ്യന്റെ രീതി നമ്മൾ നേരത്തെ കണ്ട. അതിന് മുമ്പിൽ വെൻ കൊണ്ട് വെച്ചാൽ മതി. വെൻ ഡിഡ് ഐ റൈറ്റ്, വെൻ ഡിഡ് ഐ ഗോ, ഞാൻ എപ്പോഴാ പോയത്. വെൻ ഡിഡ് ഐ കം, ഞാൻ എപ്പോഴാ വന്നത്. വെൻ ഡിഡ് ഐ ബ്രിങ്, ഞാൻ എപ്പോഴാ കൊണ്ടുവന്നത്. ബ്രിങ് കൊണ്ടുവരിക അല്ലെ. വെൻ ഡിഡ് ഐ സിംഗ്, ഞാൻ എപ്പോഴാ പാടിയത്. ഇനി ഹൗ വെച്ച, ഹൗ ഡിഡ് ഐ റൈറ്റ്, ഞാൻ എങ്ങനെ എഴുതിയത്. ഹൗ ഡിഡ് ഐ ഗോ, ഞാൻ എങ്ങനെയാ പോയത്. ഹൗ ഡിഡ് ഐ ബ്രിങ്, ഞാൻ എങ്ങനെയാ കൊണ്ടുവന്നത്. ഹൗ ഡിഡ് ഐ സിംഗ്, ഞാൻ എങ്ങനെയാ പാടിയത്. ഈ ഓർഡർ ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. വേർ ഡിഡ് ഐ റൈറ്റ്, ഞാൻ എവിടെ എഴുതിയത്. വേർ ഡിഡ് ഐ ഗോ, ഞാൻ എവിടെയാ പോയത്. വേർ ഡിഡ് ഐ കം, ഞാൻ എവിടെയാ വന്നത്. വേർ ഡിഡ് ഐ ബ്രിങ്, ഞാൻ എവിടെയാ കൊണ്ടുവന്നത്. വേർ ഡിഡ് ഐ സിംഗ്, ഞാൻ എവിടെയാ പാടിയത്. ചില വാചകങ്ങളൊക്കെ നമുക്ക് അത്ര അർത്ഥമായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ പക്ഷേ അർത്ഥമുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുക. വൈ ഡിഡ് ഐ റൈറ്റ്, എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയത്, അല്ലെ എന്തിനാ ഞാൻ എഴുതിയത്. നമുക്ക് കാരണം ചോദിക്കുക. വൈ ഡിഡ് ഐ റൈറ്റ്, വൈ ഡിഡ് ഐ ഗോ, എന്തിനാ ഞാൻ പോയത്. വൈ ഡിഡ് ഐ ഗോ, എന്തുകൊണ്ടാണ് ഞാൻ പോയത്. വൈ ഡിഡ് ഐ കം, ഞാൻ എന്തിനാ വന്നത്, എന്തുകൊണ്ടാണ് ഞാൻ വന്നത്, കാരണം. ഓക്കെ. വൈ ഡിഡ് ഐ ബ്രിങ്, ഞാൻ എന്തുകൊണ്ടാ കൊണ്ടുവന്നത്. വൈ ഡിഡ് ഐ സി, ഞാൻ എന്തിനാ പാടിയത് എന്നൊക്കെ ചോദിക്കില്ലേ. വാട്ട് ഡിഡ് ഐ റൈറ്റ്, ഞാൻ എന്താ എഴുതിയത്. വാട്ട് ഡിഡ് ഐ ഗോ, അങ്ങനെ പറയുമോ, ഇല്ല. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് അർത്ഥമില്ലാത്ത വാചകമാണ്. വാട്ട് ഡിഡ് ഐ കം, അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല, അത് അർത്ഥമില്ലാത്ത വാചകങ്ങളാണ്. അപ്പൊ എല്ലാം നമുക്ക് അർത്ഥമുള്ള വാചകങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ അർത്ഥമുള്ള വാചകം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലും പറയാൻ പറ്റും. ഓക്കെ. വാട്ട് ഡിഡ് ഐ ബ്രിങ്, അത് പറയാൻ പറ്റും. എന്താ ഞാൻ കൊണ്ടുവന്നത്. വാട്ട് ഡിഡ് ഐ ബ്രിങ്, വാട്ട് ഡിഡ് ഐ ബ്രിങ്, വാട്ട് ഐ ബ്രോട്ട് അല്ല, വാട്ട് ഡിഡ് ഐ ബ്രിങ്. ആ ക്വസ്റ്റ്യന്റെ ഫോർമുല അതുപോലെ നമ്മൾ ഉപയോഗിക്കണം. വാട്ട് ഡിഡ് ഐ സിംഗ്, ഞാൻ എന്താ പാടിയത്, അത് നമുക്ക് കുഴപ്പമില്ലാണ്ട് പറയാം. ഇനി വി ചാടുകയാണ്, നമുക്ക് യു വയ്ക്കാം. വെൻ ഡിഡ് യു റൈറ്റ്, നീ എപ്പോഴാ എഴുതിയത്, എപ്പോഴാണ് നീ എഴുതിയത്, അല്ലെങ്കിൽ എപ്പോൾ നീ എഴുതി. പക്ഷെ നമ്മൾ മലയാളത്തിൽ എപ്പോഴാ നീ എഴുതിയത്. വെൻ ഡിഡ് യു റൈറ്റ്. വെൻ ഡിഡ് യു ഗോ, നീ എപ്പോഴാ പോയത്. വെൻ ഡിഡ് യു ഗോ. വെൻ ഡിഡ് യു ഗോ. വെൻ ഡിഡ് യു കം, നീ എപ്പോഴാ വന്നത്. വെൻ ഡിഡ് യു കം. വെൻ ഡിഡ് യു കം. വെൻ ഡിഡ് യു കം. വെൻ ഡിഡ് യു ബ്രിങ്, നീ എപ്പോഴാ കൊണ്ടുവന്നത്, നിന്റെ പുസ്തകം നീ എപ്പോഴാ കൊണ്ടുവന്നത്. വെൻ ഡിഡ് യു ബ്രിങ് യുവർ ബുക്സ്. വെൻ ഡിഡ് യു ബ്രിങ് യുവർ ബുക്സ്. വെൻ ഡിഡ് യു ബ്രിങ് യുവർ ബുക്സ്. വെൻ ഡിഡ് യു സിംഗ്, നീ എപ്പോഴാ പാടിയത്. വെൻ ഡിഡ് യു സിംഗ്, നീ എപ്പോഴാ പാടിയത്. ഇനി ഹൗ വെച്ച് പറയാം. ഹൗ ഡിഡ് യു റൈറ്റ്, നീ എങ്ങനെ എഴുതിയത്. ഹൗ ഡിഡ് യു ഗോ, നീ എങ്ങനെയാ പോയത്, കാറിലാണോ ബസ്സിലാണോ. ഹൗ ഡിഡ് യു ഗോ. ഹൗ ഡിഡ് യു കം, നീ എങ്ങനെയാ വന്നത്, കാറിലാണോ ബസ്സിലാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഹൗ ഡിഡ് യു കം. ഹൗ ഡിഡ് യു ബ്രിങ്, നീ എങ്ങനെ ഇത് കൊണ്ടുവന്നു. ഹൗ ഡിഡ് യു ബ്രിങ് ദിസ് വൺ, ഇതൊരു ഭാരമാണ്, കനവാണ് ഇതിന്. ഹൗ ഡിഡ് യു ബ്രിങ് ഇറ്റ്, എങ്ങനെ നീ ഇത് കൊണ്ടുവന്നു. ഹൗ ഡിഡ് യു ബ്രിങ് ഇറ്റ്. ഹൗ ഡിഡ് യു സിംഗ്, നീ എങ്ങനെയാ പാടിയത്, നന്നായിട്ട് പാടിയ കുളമാക്കിയോ. ഹൗ ഡിഡ് യു സിംഗ്. വേർ ഡിഡ് യു റൈറ്റ്. വേർ ഡിഡ് യു റൈറ്റ്. വേർ ഡിഡ് യു ഗോ, നീ എവിടെയാ പോയത്. വേർ ഡിഡ് യു കം, നീ എവിടെയാ വന്നത്. അതൊരു അർത്ഥമുള്ള ചോദ്യമല്ല അല്ലെ. വേർ ഡിഡ് യു ബ്രിങ്, നീ എവിടെയാ കൊണ്ടുവന്നത്. ഓക്കെ. വേർ ഡിഡ് യു സിംഗ്, നീ എവിടെയാ പാടിയത്.
വൈ ഡിഡ് യു റൈറ്റ്, നീ എന്തിനാ എഴുതിയത്? കാരണം ചോദിക്കണേ. വൈ ഡിഡ് യു റൈറ്റ്, നീ എന്താ ഇങ്ങനെ എഴുതിയത്? വൈ ഡിഡ് യു റൈറ്റ് ലൈക്ക് ദിസ്? വൈ ഡിഡ് യു ഗോ, നീ എന്താ പോയത്? എന്തുകൊണ്ടാണ് നീ പോയത്? എന്തുകൊണ്ടാണ് നീ പോയത്? എന്തിനാ നീ പോയത്? അല്ലെ, കാരണം ചോദിക്കുകയാണ്. വൈ ഡിഡ് യു ഗോ, നീ എന്തിനാ വന്നത്? വൈ ഡിഡ് യു കം, കാരണം ചോദിക്കണേ. എന്തിനാ നീ വന്നത്? എന്തുകൊണ്ടാണ് നീ വന്നത്? വൈ ഡിഡ് യു കം, വൈ ഡിഡ് യു കം, വൈ ഡിഡ് യു ബ്രിങ്, നീ എന്തിനാ ഇത് കൊണ്ടുവന്നത്? വൈ ഡിഡ് യു ബ്രിങ് ദിസ് വൺ, നീ ഇവനെ എന്തിനാ കൊണ്ടുവന്നത്? വൈ ഡിഡ് യു ബ്രിങ് ദിസ് മാൻ, വൈ ഡിഡ് യു ബ്രിങ് ദിസ് മാൻ. അപ്പൊ അങ്ങനെ വാചകങ്ങൾ നമുക്ക് വലുതാക്കി പഠിക്കാം. വൈ ഡിഡ് യു സിംഗ്, നീ എന്തിനാ പാടിയത്? എന്തുകൊണ്ടാണ് നീ പാടിയത്? വൈ ഡിഡ് യു സിംഗ്, ക്ലാസിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് നീ വൈ ഡിഡ് യു സിംഗ് ഡ്യൂറിങ് ദ ക്ലാസ്, അങ്ങനെ ചോദിക്കാം. വാട്ട് ഡിഡ് യു റൈറ്റ്, നീ എന്താ എഴുതിയത്? വാട്ട് ഡിഡ് യു ഗോ, അങ്ങനെ ചോദിക്കില്ല. വാട്ട് ഡിഡ് യു കം പറയാൻ പറ്റില്ല. വാട്ട് ഡിഡ് യു, നീ എന്താ കൊണ്ടുവന്നത്? വാട്ട് ഡിഡ് യു ബ്രിങ്, നീ എന്ത് കൊണ്ടുവന്നല്ലേ? വാട്ട് ഡിഡ് യു സിംഗ്, നീ എന്താ പാടിയത്? അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാം. വെൻ ഡിഡ് ഹി റൈറ്റ്, അവൻ എപ്പോഴാ എഴുതിയത്? വെൻ ഡിഡ് ഹി ഗോ, അവൻ എപ്പോഴാ പോയത്? വെൻ ഡിഡ് ഹി ബ്രിങ്, അവൻ എപ്പോഴാ കൊണ്ടുവന്നത്? വെൻ ഡിഡ് ഹി സിംഗ്, അവൻ എപ്പോഴാണ് പാടിയത്? ഹൗ ഡിഡ് ഹി റൈറ്റ്, അവൻ എങ്ങനെ എഴുതിയത്? ഹൗ ഡിഡ് ഹി ഗോ, അവൻ എങ്ങനെയാ പോയത്? ഹൗ ഡിഡ് ഹി കം, അവൻ എങ്ങനെയാ വന്നത്? ഇനി ഹൗ ഡിഡ് ഹി സിംഗ്, അവൻ എങ്ങനെയാണ് പാടിയത്? അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാം. വേർ ഡിഡ് ഹി ഗോ, അവൻ എവിടെയാ പോയത്? വേർ ഡിഡ് ഹി ഗോ, വേർ ഡിഡ് ഹി കം, അവൻ എവിടെയാ വന്നത്? വൈ ഡിഡ് ഹി ഗോ, അവൻ എന്തുകൊണ്ടാണ് പോയത്? വൈ ഡിഡ് ഹി റൈറ്റ്, അവൻ എന്തുകൊണ്ടാണ് എഴുതിയത്? വൈ ഡിഡ് ഹി കം, അവൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവൻ വന്നത്? കാരണം ചോദിക്കുക. വൈ ഡിഡ് ഹി കം. അപ്പൊ ഇതിന്റെ രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ അതിന്റെ മുമ്പിൽ ഈ വേർഡ്സ് വെച്ചാൽ മതി. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണേ. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കിട്ടിയാൽ എളുപ്പമായിരിക്കും. ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല അല്ലെ. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് ഓരോ വാചകവും 10 പ്രാവശ്യം, ഒരാൾ മലയാളം മറ്റൊരാൾ ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും.
അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 15ാമത്തെ ലിസ്റ്റ് ആണ്. വെർബുകളുടെ ഫോംസില് 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 ഫോം അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. മറ്റൊന്നുള്ളത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഒരു വെർബ് ബി ഒഴിച്ച് നമ്മൾ നേരത്തെ കണ്ടു. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സിംഗുലർ ആകുന്നത്. ലിസ്റ്റിൽ ആദ്യം കാണുക, പ്രസന്റ് ഫോമിൽ ആദ്യം കാണുന്നത് പ്ലൂറലാണ്, രണ്ടാമത്തേതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തുടങ്ങാം. Lie, lay, lain, see, saw, seen, speak, spoke, spoken, steal, stole, stolen, wear, wore, worn, write, wrote, written. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ് അല്ലെ. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. ഇനി അടുത്തുള്ള ഇനിയുള്ള വെർബ്സ് ഒക്കെ നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. ഓക്കെ, നമുക്ക് കാണാം. afford, afforded, afforded, annoy, annoyed, annoyed, attach, attached, attached, alert, alerted, alerted, upload, uploaded, uploaded, attend, attended, attended, cow, cowed, cowed, cause, caused, caused, check, checked, checked, cuff, cuffed, cuffed, dare, dared, dared, depend, depended, depended, expand, expanded, expanded, fade, faded, faded, fetch, fetched, fetched, float, floated, floated, fix, fixed, fixed, guard, guarded, guarded, identify, identified, identified, interrupt, interrupted, interrupted, introduce, introduced, introduced, knit, knit, knit. അത് knitted, knitted എന്നും കൂടിയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. multiply, multiplied, multiplied. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകൾ ലിസ്റ്റിൽപ്പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിലൊക്കെ സിംഗുലർ ആകുമ്പോൾ വെറുതെ എസ് ആയിരിക്കില്ല, സ്പെല്ലിങ്ങിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അല്ല പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാവും. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.